കാറ്റലോഗിംഗ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ കോഹയിൽ കാറ്റലോഗിംഗ് എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കും. ഈ ട്യൂട്ടോറിയൽ റെക്കോർഡ് ചെയ്യുന്നതിന് ഞാൻ ഉബുണ്ടു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം 16.04, കോഹ വെർഷൻ 16.05 എന്നിവ ഉപയോഗിക്കും. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിന് നിങ്ങൾക്ക് ലൈബ്രറി സയൻസ് അറിഞ്ഞിരിക്കണം. ഈ ട്യൂട്ടോറിയൽ പ്രാവർത്തികമാക്കുവാൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ കോഹ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. കൂടാതെ നിങ്ങൾക്ക് കോഹയിൽ അഡ്മിൻ ആക്സസ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ഈ വെബ്സൈറ്റിലെ കോഹ സ്പോക്കൺ ട്യൂട്ടോറിയൽ പരമ്പര കാണുക. നമുക്ക് തുടങ്ങാം. കോഹ ഇന്റർഫേസിലേക്ക് മാറാം. ലൈബ്രറി സ്റ്റാഫ് യൂസർ നെയിം സമൃദ്ധി വച്ച് ലോഗിൻ ചെയ്യുക. പഴയ ട്യൂട്ടോറിയലിൽ അവർക്ക് കാറ്റലോഗിംഗ് റൈറ്റ്സ് നൽകി. പഴയ ട്യൂട്ടോറിയലിൽ ഒന്നിൽ നമ്മുടെ ലൈബ്രറിയിലേക്ക് ബുക്ക്, സീരിയൽ എന്നിവ ചേർക്കുന്നതിനുള്ള ഒരു അസൈൻമെന്റും ഓർക്കുക. ഇപ്പോൾ നമ്മൾ ലൈബ്രറി സ്റ്റാഫ് സമൃദ്ധിയായി കോഹ ഇന്റർഫേസിൽ ആണ് ഉള്ളത്. ഹോം പേജിൽ കാറ്റലോഗിംഗ് ക്ലിക്ക് ചെയ്യുക. ഒരു പുതിയ പേജ് തുറക്കുന്നു. ഒരു പുതിയ റെക്കോർഡ് ആരംഭിക്കുവാൻ ന്യൂ റെക്കോർഡ് ക്ലിക്ക് ചെയ്യുക. ഡ്രോപ്പ് ഡൗണിൽ നിന്നും ഞാൻ ബുക്സ് തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുക്കുന്നതിന് മുൻകാല ട്യൂട്ടോറിയലുകളിൽ ഒന്നിൽ സൃഷ്ടിക്കപ്പെട്ട ഐറ്റം ടൈപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു. എന്നിരുന്നാലും നിങ്ങൾ സൃഷ്ടിച്ച ഐറ്റം ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ആഡ് മാർക്ക് റെക്കോർഡ് എന്ന ഒരു പുതിയ പേജ് തുറക്കുന്നു. ഈ പേജിൽ ചുവപ്പ് നിറത്തിൽ ആസ്റ്ററിസ്ക് മാർക്ക് ചെയ്ത ഫീൽഡുകൾ പൂരിപ്പിക്കേണ്ടത് നിർബന്ധമാണ്. കോഹ മാൻഡേറ്ററി ഫീൽഡുകൾക്കായി മൂല്യങ്ങൾ സ്വയമേ കൊടുക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. 0 മുതൽ 9 വരെയുള്ള ടാബുകളുടെ റേഞ്ചിൽ നമുക്ക് 0 തുടങ്ങാം. 0, 0, 0 ലീഡർ എന്ന ഫീൽഡിന് ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. കോഹ ഡിഫോൾട്ടായി ഈ മൂല്യം കാണിക്കുന്നു. 0, 0, 1 കൺട്രോൾ നമ്പർ ഫീൽഡ് ശൂന്യമാക്കി വിടുക. 0, 0, 3 കൺട്രോൾ നമ്പർ ഐഡന്റിഫയർ ക്ലിക്ക് ചെയ്യുമ്പോൾ കോഹ ഈ മൂല്യം സ്വയം കൊടുക്കുന്നു. അടുത്തതായി 0, 0, 5 ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ലേറ്റസ്റ്റ് ട്രാൻസാക്ഷൻ ഫീൽഡിന് ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. കോഹ എന്റെ മെഷീനു വേണ്ടി ഈ മൂല്യത്തെ സ്വയം സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ മെഷീനിൽ ഒരു വ്യത്യസ്ത മൂല്യം കാണാം. 006, 007 എന്നീ ഫീൽഡുകൾ ശൂന്യമാക്കി വിടും. ഇപ്പോൾ 008 ഫിക്സ്ഡ് ലെങ്ത് ഡാറ്റ എലിമെന്റ്സ് ജനറൽ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുക. കോഹ ഈ മൂല്യം സ്വയം സൃഷ്ടിക്കുന്നു. ഈ ഡെമോയ്ക്ക് ശേഷിക്കുന്ന ഭാഗങ്ങൾ ഞാൻ ഒഴിവാക്കും. ലൈബ്രറിയുടെ ആവശ്യകതയനുസരിച്ച് ഈ ഫീൽഡുകൾ പൂരിപ്പിക്കുന്നത് നിങ്ങൾക്ക് പരിഗണിക്കാം. അടുത്തതായി 020 ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പറിലേക്ക് പോകുക. 020 എന്നതിന് തൊട്ടടുത്തുള്ള ശൂന്യമായ ബോക്സുകൾ കണ്ടെത്തുക. ക്വസ്റ്റ്യൻ മാർക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ടാഗുമായി ബന്ധപ്പെട്ട മുഴുവൻ മാർക്ക് 21 ബിബ്ലിയോഗ്രാഫിക് ഫോർമാറ്റ് തുറക്കുന്നു. ഇവിടെ ഇൻഡിക്കേറ്റർസ് വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ രണ്ട് ശൂന്യമായ ബോക്സുകളും അതേപോലെ വിടുന്നു. സബ്ഫീൽഡ് എ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പർ കണ്ടെത്തുക. ഇപ്പോൾ ഇവിടെ ഒരു 13 അക്ക നമ്പർ നൽകുക. ഇവിടെ നിങ്ങളുടെ പുസ്തകത്തിന്റെ ISBN നമ്പർ നൽകാം. ഒന്നിൽ കൂടുതൽ ISBN നമ്പർ ചേർക്കേണ്ടതുണ്ടോ? ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പറിന്റെ വലതുഭാഗത്തുള്ള റിപ്പീറ്റ് ദിസ് ടാഗ് എന്ന ചെറിയ ബട്ടൺ കണ്ടുപിടിക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ISBN നമ്പർ ചേർക്കുവാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫീൽഡ് സൃഷ്ടിക്കും. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഫീൽഡിലെ 10 അക്ക ISBN നമ്പർ നൽകും. ഞാൻ ഇതിൽ നൽകും. നിങ്ങളുടെ പുസ്തകത്തിന്റെ ISBN നിങ്ങൾക്ക് നൽകാം. അടുത്തതായി 040 കാറ്റലോഗിംഗ് സോഴ്സ് എന്ന ടാബിൽ വരിക. സബ്ഫീൽഡ് സി ട്രാൻസ്ക്രൈബിംഗ് ഏജൻസി എന്നതിന് ചുവന്ന ആസ്റ്ററിസ്ക് ഉണ്ട്.
അതിനാൽ ഈ ഫീൽഡ് പൂരിപ്പിക്കുന്നത് നിർബന്ധമാണ്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ടൈപ്പ് ചെയ്യുക. ഞാൻ ഐഐടി ബോംബെ എന്ന് ടൈപ്പ് ചെയ്യും. ഇപ്പോൾ 082 ഡ്യൂയി ഡെസിമൽ ക്ലാസിഫിക്കേഷൻ നമ്പർ ടാബിൽ പോകുക. A ക്ലാസിഫിക്കേഷൻ നമ്പർ സബ്ഫീൽഡിൽ 660.62 കൊടുക്കുക. അടുത്തതായി പേജിന്റെ മുകളിലുള്ള 0 to 9 ടാബിൽ പോയി ഒന്നാമത്തെ ടാബിൽ ക്ലിക്ക് ചെയ്യുക. തുറക്കുന്ന പുതിയ പേജിൽ 100 മെയിൻ എൻട്രി പേഴ്സണൽ നെയിമിലേക്ക് പോകുക. 100 ക്വസ്റ്റ്യൻ മാർക്ക് എന്നതിന് അടുത്തുള്ള ശൂന്യമായ ബോക്സുകൾ കണ്ടുപിടിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്വസ്റ്റ്യൻ മാർക്ക് ക്ലിക്ക് ചെയ്താൽ ആ ടാഗുമായി ബന്ധപ്പെട്ട മുഴുവൻ മാർക്ക് 21 ബിബ്ലിയോഗ്രാഫിക് ഫോർമാറ്റ് തുറക്കുന്നു. നമുക്ക് കോഹ ഇന്റർഫേസിലേക്ക് പോകാം. ഇപ്പോൾ ആദ്യത്തെ ശൂന്യമായ ബോക്സിൽ 1 എന്ന് ടൈപ്പ് ചെയ്യുക. ടാഗ് 100 എന്നതിന്റെ ആദ്യ ഇൻഡിക്കേറ്ററാണ് 1. A സബ്ഫീൽഡിനായുള്ള സർനെയിം പ്രതിനിധീകരിക്കുന്നു. Undefined by Mark 21 രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ, അതിനാൽ നമ്മൾ അതിനെ ശൂന്യമാക്കിവിടുന്നു. A പേഴ്സണൽ നെയിം സബ്ഫീൽഡിൽ ഓഥറിന്റെ പേര് നൽകുക. ഞാൻ പട്ടേൽ അരവിന്ദ് H എന്ന് ടൈപ്പ് ചെയ്യും. നിങ്ങൾ ആദ്യ ഇൻഡിക്കേറ്ററിന്റെ മൂല്യം 1 നൽകിയെങ്കിൽ മാത്രമേ സർനെയിം ആദ്യം വരികയുള്ളൂ. അതിനാൽ ഇൻഡിക്കേറ്റർ മൂല്യം അടിസ്ഥാനമാക്കി സർനെയിം അല്ലെങ്കിൽ ഫോർനെയിം നൽകണം. അടുത്തതായി വീണ്ടും മുകളിലേക്ക് പോകുക. 0 to 9 വരെയുള്ള ടാബുകളിൽ രണ്ടാമത്തെ ടാബിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് 245 ടൈറ്റിൽ സ്റ്റേറ്റ്മെന്റ് എന്ന ടാബിൽ പോകുക. 245 എന്നതിന് തൊട്ടടുത്തുള്ള രണ്ട് ശൂന്യമായ ബോക്സുകൾ കണ്ടുപിടിക്കുക. ആദ്യത്തെ ശൂന്യമായ ബോക്സിൽ ടൈപ്പ് ചെയ്യുക 1. 1 എന്നത് ആഡഡ് എൻട്രിയുടെ ഇൻഡിക്കേറ്ററാണ്. രണ്ടാമത്തെ ശൂന്യമായ ബോക്സിൽ 0 ടൈപ്പ് ചെയ്യുക. രണ്ടാമത്തെ ഇൻഡിക്കേറ്റർ ഒരു നോൺ ഫയലിംഗ് ക്യാരക്ടർ പ്രതിനിധീകരിക്കുന്നു. ഇത് ടൈറ്റിൽ നോൺ ഫയലിംഗ് ക്യാരക്ടർ ഇല്ലാത്തതിനാൽ 0 കൊടുക്കുക. A ടൈറ്റിൽ സബ്ഫീൽഡിൽ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി കൊടുക്കുക. C സ്റ്റേറ്റ്മെന്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി എക്സെട്ര അരവിന്ദ് H പട്ടേൽ ടൈപ്പ് ചെയ്യുക. അടുത്തതായി 250 എഡിഷൻ സ്റ്റേറ്റ്മെന്റ് ടാബ് കണ്ടെത്തുക. 250 ക്വസ്റ്റ്യൻ മാർക്ക് എന്നതിന് തൊട്ടുതാഴെയുള്ള രണ്ട് ശൂന്യമായ ബോക്സുകൾ കണ്ടെത്തുക. 250 രണ്ട് ഇൻഡിക്കേറ്ററും ഡിഫൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് രണ്ട് ശൂന്യമായ ബോക്സുകളും ഞാൻ വിടുന്നു. A സബ്ഫീൽഡിനുള്ള താഴെ പറയുന്നവ പൂരിപ്പിക്കുക. എഡിഷൻ സ്റ്റേറ്റ്മെന്റ് 12th ED നൽകുക. 260 പബ്ലിക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സെട്ര എന്നതിൽ പോകുക. 260 ക്വസ്റ്റ്യൻ മാർക്കിന് തൊട്ടടുത്തുള്ള രണ്ട് ശൂന്യമായ ബോക്സുകൾ കണ്ടെത്തുക. ഈ രണ്ട് ഇൻഡിക്കേറ്ററും ഡിഫൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ശൂന്യമായ ബോക്സുകളും ഞാൻ വിടുന്നു. താഴെ കൊടുത്തിരിക്കുന്ന വിവരങ്ങളുടെ സബ്ഫീൽഡ് A പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സെട്ര ന്യൂ ഡൽഹി കൊടുക്കുക. B നെയിം ഓഫ് പബ്ലിഷർ, ഡിസ്ട്രിബ്യൂട്ടർ, എക്സെട്ര സബ്ഫീൽഡിൽ പിയേഴ്സൺ കൊടുക്കുക. C ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സെട്ര സബ്ഫീൽഡിൽ 2014 കൊടുക്കുക. ഇനി മുകളിലേക്ക് പോയി 0 to 9 ടാബുകളിൽ നിന്ന് 3 ക്ലിക്ക് ചെയ്യുക. 300 ഫിസിക്കൽ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകുക. 300 ക്വസ്റ്റ്യൻ മാർക്കിന് അടുത്തുള്ള രണ്ട് ശൂന്യമായ ബോക്സുകൾ കണ്ടുപിടിക്കുക. ഈ രണ്ട് ഇൻഡിക്കേറ്ററും ഡിഫൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് രണ്ട് ശൂന്യമായ ബോക്സുകളും ഞാൻ വിടുന്നു. സബ്ഫീൽഡ് A എക്സ്റ്റെൻഡിൽ എന്റർ ചെയ്യുക 960 പേജസ്. B അതർ ഫിസിക്കൽ ഡീറ്റെയിൽസ് സബ്ഫീൽഡിൽ ഇല്ലസ്ട്രേഷൻ നൽകുക. C
സി ഡൈമെൻഷൻസ് സബ്ഫീൽഡിൽ 25 സെന്റിമീറ്റർ കൊടുക്കുക. അടുത്തതായി മുകളിലേക്ക് പോയി 0 to 9 ടാബുകളിൽ നിന്ന് 6 ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 650 സബ്ജക്ട് ആഡഡ് എൻട്രി ടോപ്പിക്കൽ ടേം ടാബിൽ പോകുക. 650 ക്വസ്റ്റ്യൻ മാർക്കിന് അടുത്തുള്ള രണ്ട് ശൂന്യമായ ബോക്സുകൾ കണ്ടുപിടിക്കുക. ആദ്യത്തെ ശൂന്യമായ ബോക്സിൽ ടൈപ്പ് ചെയ്യും 1. പ്രൈമറി ലെവൽ ഓഫ് സബ്ജക്ട് എന്നതിന്റെ ഇൻഡിക്കേറ്റർ ആണ് 1. രണ്ടാമത്തെ ശൂന്യമായ ബോക്സിൽ ടൈപ്പ് ചെയ്യുക 0. ലൈബ്രറി ഓഫ് കോൺഗ്രസ് സബ്ജക്ട് ഹെഡിംഗ്സ് തെസാറസ് എന്നതിന്റെ ഇൻഡിക്കേറ്റർ ആണ് 0. A. ടോപ്പിക്കൽ ടേം ഓർ ജിയോഗ്രാഫിക് നെയിം എൻട്രി എലിമെന്റ് സബ്ഫീൽഡിൽ സബ്ജക്ട് ഹെഡിംഗ് ടൈപ്പ് ചെയ്യുക. ഞാൻ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി എന്ന് ടൈപ്പ് ചെയ്യും. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കീവേഡ് ചേർക്കേണ്ടതായി വരും. മുൻപ് വിശദീകരിച്ചതുപോലെ റിപ്പീറ്റ് ദിസ് ടാഗ് എന്ന ചെറിയ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫീൽഡ് 650 തുറക്കുന്നു. ആദ്യത്തെ ശൂന്യമായ ബോക്സുകളിൽ 2 ടൈപ്പ് ചെയ്യുക. സെക്കൻഡറി ലെവൽ ഓഫ് സബ്ജക്ട് എന്നതിന്റെ ഇൻഡിക്കേറ്റർ ആണ് 2. രണ്ടാമത്തെ ശൂന്യമായ ബോക്സിൽ 0 അതേപോലെ വിടുക. ലൈബ്രറി ഓഫ് കോൺഗ്രസ് സബ്ജക്ട് ഹെഡിംഗ്സ് തെസാറസ് എന്നതിന്റെ ഇൻഡിക്കേറ്റർ ആണ് 0. A. ടോപ്പിക്കൽ ടേം ഓർ ജിയോഗ്രാഫിക് നെയിം എൻട്രി എലിമെന്റ് സബ്ഫീൽഡിൽ കീവേഡ് ബാക്ടീരിയ എന്ന് നൽകുക. അവസാനം മുകളിൽ പോയി 0 to 9 ടാബുകളിൽ നിന്ന് 9 ടാബിൽ ക്ലിക്ക് ചെയ്യുക. 942 ആഡഡ് എൻട്രി എലിമെന്റ്സ് കോഹ എന്ന ടാഗിൽ പോകുക. സി കോഹ ഡിഫോൾട്ട് ഐറ്റം ടൈപ്പ് സബ്ഫീൽഡിൽ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ബുക്ക് തിരഞ്ഞെടുക്കുക. ഈ ട്യൂട്ടോറിയലിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ അസൈൻമെന്റ് പൂർത്തിയാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഡ്രോപ്പ് ഡൗണിൽ നിന്നും ബുക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയൂ എന്ന് ശ്രദ്ധിക്കുക. എല്ലാ വിശദാംശങ്ങളും പൂരിപ്പിച്ച ശേഷം പേജിന്റെ മൂലയിൽ സേവ് ക്ലിക്ക് ചെയ്യുക. ഐറ്റംസ് ഫോർ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ബൈ പട്ടേൽ അരവിന്ദ് എച്ച് എന്ന ടൈറ്റിലിൽ ഒരു പുതിയ പേജ് തുറക്കുന്നു. ആഡ് ഐറ്റം വിഭാഗത്തിൽ വിശദാംശങ്ങൾ പൂരിപ്പിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. ഡേറ്റ് അക്വയർഡ്, സോഴ്സ് ഓഫ് അക്വിസിഷൻ, കോസ്റ്റ്, നോർമൽ പർച്ചേസ് പ്രൈസ്, ബാർകോഡ് ആസ് ആക്സഷൻ നമ്പർ, കോസ്റ്റ്, റീപ്ലേസ്മെന്റ് പ്രൈസ്, etc. തീയതി സ്വയം തിരഞ്ഞെടുക്കുവാൻ ഡേറ്റ് അക്വയർഡ് ഫീൽഡിൽ ക്ലിക്ക് ചെയ്യുക. എന്നിരുന്നാലും ഡേറ്റ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. എന്റെ ലൈബ്രറി അനുസരിച്ച് വിശദാംശങ്ങൾ ഞാൻ നൽകുന്നു. വീഡിയോ നിർത്തി നിങ്ങളുടെ ലൈബ്രറിയുടെ അടിസ്ഥാനത്തിൽ വിശദാംശങ്ങൾ പൂരിപ്പിക്കാൻ കഴിയും. ഒരു പ്രത്യേക ഫീൽഡിന് വിവരങ്ങളില്ലെങ്കിൽ അതിനെ ശൂന്യമാക്കി വിടുക. പെർമനന്റ് ലൊക്കേഷൻ കോഹ ഡിഫോൾട്ട് ആയി ഫിൽ ചെയ്യും. കറന്റ് ലൊക്കേഷൻ, ഫുൾ കോൾ നമ്പർ, കോഹ ഐറ്റം ടൈപ്പ്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ടാബുകളിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ്, ആഡ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദിസ് ഐറ്റം. എല്ലാ വിശദാംശങ്ങളും നൽകിയ ശേഷം പേജിന് ചുവടെയുള്ള ആഡ് ഐറ്റം ക്ലിക്ക് ചെയ്യുക. ഐറ്റംസ് ഫോർ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ബൈ പട്ടേൽ അരവിന്ദ് എച്ച് ടൈറ്റിലിൽ ഉള്ള മറ്റൊരു പേജ് തുറക്കുന്നു. ഇപ്പോൾ കോഹ ഇന്റർഫേസിൽ നിന്നും പുറത്തുകടക്കുക. അങ്ങനെ ചെയ്യുവാൻ മുകളിൽ വലതു കോണിലേക്ക് പോകുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ ലൈബ്രറി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ലോഗൌട്ട് തിരഞ്ഞെടുക്കുക. ഇതോടെ നമ്മൾ കാറ്റലോഗിംഗ് പൂർത്തിയാക്കി. സംഗ്രഹിക്കാം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ കോഹയിൽ കാറ്റലോഗിംഗ് പഠിച്ചു. ഒരു അസൈൻമെന്റ്, സീരിയൽസിനുള്ള ഒരു പുതിയ റെക്കോർഡ് സൃഷ്ടിക്കുക. Z39.50 സെർച്ച് ഉപയോഗിച്ച് കാറ്റലോഗ് റെക്കോർഡ് ഇംപോർട്ട് ചെയ്യുക. താഴെയുള്ള ലിങ്കിലെ വീഡിയോ സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. ഇത് ഡൗൺലോഡ് ചെയ്ത് കാണുക.
സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ട് ടീം വർക്ക്ഷോപ്പുകൾ നടത്തി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. ഈ ഫോറത്തിൽ നിങ്ങളുടെ സമയബന്ധിതമായ ക്വറീസ് പോസ്റ്റ് ചെയ്യൂ. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്ടിന് ഫണ്ട് കൊടുക്കുന്നത് NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരാണ്. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിലുണ്ട്. ഇത് IIT ബോംബെയിൽ നിന്നും വിജി നായർ പങ്കെടുത്തതിന് നന്ദി.